ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ ഡൈൻ വിത്ത് ജേസണിലെ ചെമ്മീൻ ദം ബിരിയാണി, പ്രാൺ ബിരിയാണി ഉണ്ടാക്കാം. ഹോട്ടലിൽ കിട്ടുന്ന അതേ സ്റ്റൈലിൽ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് തുടങ്ങിയാലോ? അതിന് 1/2 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് സൈഡിൽ മാറ്റി വയ്ക്കാം. ഒരു അരമണിക്കൂർ അത് കുതിർന്നോട്ടെ, അപ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും. നന്നായി മിക്സ് ചെയ്ത് വെക്കാം. കുറച്ചുകൂടി വലിയ ചെമ്മീനൊക്കെ കിട്ടുകയാണെങ്കിൽ നന്നായിരിക്കും. എനിക്ക് ഈ സൈസിൽ ഇടത്തരം ചെമ്മീനാണ് കിട്ടിയത്. അതിൻ്റെ കൂടെ അരയ്ക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതേപോലെ കയ്യിൽ ഒരു പിടി വെളുത്തുള്ളി, ഒരു 6-7 പച്ചമുളകും എടുത്തിട്ട് അത് നന്നായി ഒന്ന് നമുക്ക് അരച്ച് കൊണ്ടുവരണം. 3 മീഡിയം സൈസ് സവാള പൊടിയായി അരിഞ്ഞത്, 3 തക്കാളി, കുറച്ച് മല്ലിയില, കുറച്ച് പുതിന ഇല, ഇത് അത്യാവശ്യമാണ്. പിന്നെ ഒരു പാനിൽ എണ്ണ നന്നായി ചൂടാകുമ്പോൾ ഈ പ്രാൺസിനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ നന്നായി ഡ്രൈ ഫ്രൈ ആകണമെന്നില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് പച്ച മണം പോകാനുള്ള രീതിക്കൊന്ന് പൊരിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. എന്നിട്ട് മസാലയിലിട്ട് ഇളക്കുമ്പോൾ നല്ല മണവും ടേസ്റ്റും ഉണ്ടാകും. അതിനാണ് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി, കൂടുതൽ എണ്ണയൊന്നും വേണമെന്നില്ല. ഒരു സൈഡ് ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക, അത്രയേ വേണ്ടൂ. ഇതേപോലെ തന്നെ നമ്മൾ ചിക്കനിലും ഫിഷിലും മട്ടനിലും ബീഫിലും ഒക്കെ ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ടാകും ഈ ദം ബിരിയാണി. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇത് മാറ്റിയിട്ട് വേറൊരു പാനിൽ നമുക്ക് ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിലായാലും കുഴപ്പമില്ല, നെയ്യായാലും കുഴപ്പമില്ല. ബിരിയാണി ആയതുകൊണ്ട് ഓയിൽ നെയ്യാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. നമ്മുടേത് ആട്ടിയ നല്ല വെളിച്ചെണ്ണയാണ്. അതിലേക്ക് ഒരു 1/4 ഭാഗം ഉള്ളി, നമ്മൾ അരിഞ്ഞു വെച്ചത് ഒരു 1/4 ഭാഗം ഉള്ളി, മുഴുവൻ എടുത്തിട്ടില്ല ഞാൻ. കുറച്ച് നമുക്ക് റൈസിന് വേണം, അതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഉള്ളി നന്നായി വഴണ്ട് വരണം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഷെയറും കമൻറ്റും ചെയ്യണം. ഈ രീതിയിൽ വഴണ്ട ശേഷം പൊടിയായി അരിഞ്ഞു വെച്ചിട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. ഇത് മീഡിയം സൈസ് തക്കാളിയാണ്. നമുക്ക് വേണമെങ്കിൽ റൈസിൽ കുറച്ച് ലെമൺ വേണമെങ്കിൽ പിഴിഞ്ഞു കൊടുക്കാം. തക്കാളി ഇത് അധികം പുളിപ്പില്ലാത്ത തക്കാളി ആയതുകൊണ്ടാണ്. പുളിയുള്ള തക്കാളിയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇത് തക്കാളി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ്, അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മാത്രം അരിഞ്ഞ പേസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് നന്നായി ഒന്ന് വഴണ്ട് വരണം. പച്ചമണം എല്ലാം പോയി നന്നായി വഴണ്ട് വരുമ്പോൾ നമുക്കതിൽ കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. ഗരം മസാല, 1/2 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ്, നമ്മൾ മീനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് മതി. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലൻ്റെയും കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ബാക്കി നമുക്ക് റൈസ് ദം ചെയ്യുമ്പോൾ വേണ്ടി വരും. ഇത് കുറച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനും കൂടി ഇടണം. ഇപ്പം തന്നെ 1/4 നമ്മുടെ പണി കഴിഞ്ഞു. ഇനി ചോറായി കഴിഞ്ഞാൽ അതിൽ ദം ഇടണം, അത്രയേ ഉള്ളൂ. ഞാൻ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബസ്മതി അരിയിലും ഇത് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാകും. സെല്ലാർ റൈസ് ആണെങ്കിലും അതിലും കൂടുതൽ നന്നായിരിക്കും. ഏതാ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ച് ഉണ്ടാക്കാം നമുക്ക്. ഇത് നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നെയ്യും ഓയിലും കുറച്ച് വേണ്ടത് ഒഴിച്ചു കൊടുത്തിട്ട്
അരി കുതിർത്തേണ്ട കാര്യമില്ല. ഇത് വന്നിട്ട് നമ്മൾ നേരിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് വെക്കുന്നത് കൊണ്ട് കുതിർത്തേണ്ട ആവശ്യമില്ല. ഒന്ന് കഴുകി മാറ്റി വെച്ചാൽ മതി. അതിലേക്ക് 4 ഏലക്കായും പട്ട, ഗ്രാമ്പ്, ഒരു ബേ ലീവ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൈൽഡായിട്ട് മതി. നമ്മൾ ഗരം മസാല പൊടി അതിലിട്ടിട്ടുണ്ട് മസാലയിൽ, അതുകൊണ്ട് മൈൽഡായിട്ട് ഇട്ടിട്ടുള്ളൂ. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി മൊരിയണ്ട, ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. കളർ മാറുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ 1/2 കിലോ അരി, ഈ കപ്പിന് 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിന് 4 കപ്പ് വെള്ളം, തിളപ്പിച്ച വെള്ളം വേണം ഇതിലൊഴിക്കാൻ. ഈ അരി ഫ്രൈ ചെയ്തിട്ട് ഈ തിളപ്പിച്ച വെള്ളം ഒഴിക്കണം. ഇങ്ങനെ അരി ഫ്രൈ ചെയ്ത് വെക്കുമ്പോൾ വൈകുന്നേരം വരെ ചോറ് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിലും കേടുവരില്ല, അതേപോലെ തന്നെ ഉണ്ടാവും. തിളപ്പിച്ച വെള്ളം ഒഴിക്കാം. 5 മിനിറ്റ് കൊണ്ട് തന്നെ ചോറ് വെന്ത് കിട്ടും. സിമ്മിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മളിതിൻ്റെ മുമ്പും ഫിഷ് ബിരിയാണിയും മട്ടൻ ബിരിയാണിയൊക്കെ ഇട്ടിട്ടുണ്ട്. ആ ചാനലൊക്കെ ഒന്ന് കാണണം. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എനിക്ക് ഉണ്ടാവണം. ഈ റൈസിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. ഇത് ഏകദേശം 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇതിൻ്റെ റൈസ് പകുതി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ദമ്മിട്ട് കൊടുക്കാനുള്ളതാണ്. നമ്മൾ അരി എത്ര കൂടുതൽ എടുക്കണോ അതിനനുസരിച്ച് ലെയർ കൂട്ടി കൂട്ടി വരണം. ഇതിപ്പോൾ നമുക്ക് 1/2 കിലോ അരി ആയതുകൊണ്ട് 1 ലെയർ മതി. നമ്മൾ ഈ ചെമ്മീൻ കൂട്ട് മുഴുവൻ ഇട്ട് കൊടുത്തിട്ട് കുറച്ചൊരു 5-6 മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. മസാല മുഴുവൻ റൈസിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ എല്ലാ ഭാഗത്തേക്കും ആക്കുക. എന്നിട്ട് കുറച്ച് ഗരം മസാല പൊടി ഇടുക. എന്നിട്ട് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ആ റൈസ് തന്നെ പിന്നെ ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഗരം മസാല പൊടി ഇടുന്നു. ബാക്കിയുള്ള ചോറ് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ദമ്മിലിടണം. അത്രയേ ഉള്ളൂ. നമ്മുടെ ഇതിന് മുമ്പുള്ള എല്ലാ വീഡിയോ ഒന്ന് കാണണം. ഇതിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ളത് അതിൽ കമൻസ് ഇടണം, അറിയിക്കണം, സപ്പോർട്ട് ചെയ്യണം. വേണ്ട കുറച്ചുകൂടി ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ പുതിനയും മല്ലിത്തഴി ഇട്ട് കൊടുക്കാം. നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം.